ഹായ് ഓൾ. രാവിലെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പപ്പ വന്നിട്ട് വെള്ളം കാണാൻ വരുന്നുണ്ടോയെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വണ്ടിയിലോട്ട് കയറി. അപ്പോൾ നമ്മൾ വീടിനടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് പോയത്. അപ്പോൾ പോയ സമയത്ത് ഓരോരോ വീടുകളിലൊക്കെ താഴ്ന്ന സ്ഥലത്ത് നിൽക്കുന്ന വീടുകളിലൊക്കെ കുറേ വെള്ളം കയറിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ അവരത് മാറ്റാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ട് അങ്ങോട്ട് പോയി. സാധാരണ മഴ വരുമ്പോഴത്തേക്കും ഒത്തിരി വെള്ളം ഉണ്ടെങ്കിലും ഇത്രയും ഒരു വെള്ളം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ്. കാരണം വീടുകളിലൊക്കെ വെള്ളം കയറുന്നതൊക്കെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണാനൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടത്തിൽ കൂടെ പോയപ്പോഴത്തേക്കും ഇതൊക്കെ ശരിക്കും റോഡാട്ടോ. അപ്പം ഇപ്പോൾ നമുക്ക് റോഡൊന്നും കാണാനില്ല, മൊത്തം വെള്ളമായിട്ട് നടക്കുകയാണ്. അപ്പം അവിടെ ഒരു ആഫ്രിക്കൻ ഒച്ച, എട്ടുകാലി അങ്ങനെ പലരൊക്കെ ഉണ്ട് വെള്ളത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ച് നടന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ പേടിയായി. പിന്നെ ഞാൻ ആ സൈഡിൽ ഒരു കല്ലും കൊണ്ടായിരുന്നു. അപ്പം അതേ കൂടെ കയറി നടന്നപ്പോഴാണ് കുറച്ചും കൂടെ കൊച്ചിനെ കണ്ടത്. ഒച്ചയ്ക്ക് ഇങ്ങനെ അതേ കൂടെ നടപ്പുണ്ട്. അപ്പം അത് ഒത്തിരി നീളത്തില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ നമ്മളങ്ങ് നടന്ന് വന്നപ്പോഴായിരുന്നു ഈ ഒരു തോടിൽ ടോട്ടലി അവിടെ മൊത്തം വേസ്റ്റാണ്. വേസ്റ്റ് വന്ന് നിന്നിട്ട് വെള്ളത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കൂടെ മരത്തിൻ്റെ കമ്പും ഒക്കെ വന്നിട്ട് അവിടെ ബ്ലോക്കായിട്ട് അതിങ്ങനെ കവിഞ്ഞ് നമ്മുടെ കണ്ടത്തിലോട്ടൊക്കെ ഒരുപാട് കുറേ കപ്പയൊക്കെ ഉണ്ട്. അപ്പം ഈ വേസ്റ്റ് ഇങ്ങനെ കിടക്കുന്നതാണ് ബ്ലോക്കായിട്ട് വെള്ളത്തിന് പോകാൻ പറ്റാണ്ട് വരുന്നത്. അപ്പം ഈ ഒരു വഴി കൂടെ മാത്രം വീട്ടിൽ പോകാൻ പറ്റുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതിനേക്കാളും ഒത്തിരി വെള്ളമായി തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ മുട്ടിന് മേലോളം നിൽക്കുന്ന അത്രയും വെള്ളമുണ്ട്. പിന്നെ ഇത് വേറൊരു കണ്ടത്തിലാട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും മഴ വരുമ്പോൾ ഒത്തിരി വെള്ളമുണ്ട്. ഇത്തവണ ഒത്തിരി ഉണ്ട്. സാധാരണ ഈ ഒരു റോഡിൽ കൂടെ ഒക്കെ വെള്ളം പോകേണ്ടതായിരുന്നു. ഇത്തവണ